ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മുട്ടായിയുടെ റെസിപ്പി ആയിട്ടാണ്, ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി നമ്മളിന്ന് ഉപയോഗിക്കുന്നത് മാഷ്മെല്ലോ ആണ്. മാഷ്മെല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ. അപ്പം അത്തരത്തിലുള്ള ഒരു പാക്കറ്റുള്ള മാഷ്മെല്ലോ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മുട്ടായിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരുന്ന ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. നമ്മൾ ഈ ഒരു റെസിപ്പി ബട്ടറിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ, എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് ഒക്കെ വരത്തുള്ളൂ. നമ്മളിതൊരു കാരമലൈസ് ഒക്കെ ചെയ്യുന്നത്, ആ ഒരു പഞ്ചസാര നമ്മൾ ഉരുക്കുന്നൊന്നുമില്ല എങ്കിൽ പോലും ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ ബട്ടറൊക്കെ മെൽറ്റായി വരുന്ന സമയം കൊണ്ട് ഞാൻ ഈ എടുക്കാൻ പോകുന്ന മാഷ്മെല്ലോ ഇതാണ് കേട്ടോ. കണ്ടോ, ഈ 2 കളറും ചേർത്തിട്ടുണ്ട്, പിങ്കും അതുപോലെ വൈറ്റും. നിങ്ങൾക്ക് ഒറ്റ കളർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, കളറിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഈ ഒരു മാഷ്മെല്ലോ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുമില്ല, ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഈ മാഷ്മെല്ലോ ഇതിനകത്ത് ഇരുന്ന് പതുക്കെ പതുക്കെ മെൽറ്റ് ആവാൻ തുടങ്ങും. മെൽറ്റായിട്ട് ഇപ്പം കാണുന്ന പോലെ ആയിരിക്കില്ല. ഞാനപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് വരും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മാഷ്മെല്ലോ ഒക്കെ കണ്ടോ, ഇതുപോലെ ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ട് മെൽറ്റ് ആയിട്ടുമില്ല. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മാഷ്മെല്ലോ ഒന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് പാൽപ്പൊടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് മെൽറ്റ് ആയത് വരട്ടെ. അപ്പോൾ മാഷ്മെല്ലോ ഒക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ വരെയുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അല്പം ഉണക്കമുന്തിരി, ഞാനിപ്പോൾ ഇവിടെ ഉണക്കമുന്തിരിയും കൂട്ടത്തിൽ തന്നെ കുറച്ച് റാസ്ബെറി, ക്രാൻബെറി, ഇതിൻ്റെയൊക്കെ ഒരു ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നട്ട്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കശുവണ്ടിയോ ഈവൻ കപ്പലണ്ടി വരെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ ഫ്ലെയിം പതുക്കെ ലോയിൽ നിന്ന് മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തോട്ട് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമുക്കിത് ഇതിൻ്റെ ചെറിയൊരു നിറമൊക്കെ ഒന്ന് മാറി വരും. ഇപ്പോൾ കുറച്ച് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മോൾഡാണ് ഉപയോഗിക്കുന്നത് അതിനകത്തോട്ട് മാറ്റി ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു ഫോയിൽ പേപ്പർ, നമ്മൾ കടകളിൽ നിന്നൊക്കെ പാഴ്സലൊക്കെ മേടിക്കുന്ന തരത്തിലുള്ള ഒരു പാത്രം ഉണ്ടല്ലോ, ഫോയിൽ പേപ്പർ, ഫോയിലിൻ്റെ ഒരു ബൗളെന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു സംഭവമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ബട്ടർ പേപ്പർ ആ ഒരു ഷേപ്പിൽ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലേക്കാണ് ഞാൻ ഈ ഒരു നമ്മൾ ചൂടോടെ കൂടെ തന്നെ ഈ ഒരു മുട്ടായിയുടെ റെസിപ്പി ഒഴിച്ചിട്ടുള്ളത്. ഇനി ആ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കൊരു ബട്ടർ പേപ്പർ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിപ്പം ഷേപ്പൊന്നും ഇല്ലാതെ ഇരിക്കുമായിരിക്കും, നമ്മളതങ്ങനെ നേരിട്ട് ഒഴിച്ചതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് ആ ഒരു ഏത് പാത്രത്തിൽ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോയിൽ പേപ്പർ കണ്ടല്ലോ, ഫോയിലിൻ്റെ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിനകത്ത് ഒരു അരമണിക്കൂർ ഒന്ന് വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. ഫ്രീസറിനകത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ചൂടാറാനായിട്ട് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞു. ഞാനപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പാത്രത്തിൽ നിന്ന് പോന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ആ ഒരു പുറകിലത്തെ ബട്ടർ പേപ്പറും കൂടെ ഒന്ന് മാറ്റി എടുക്കാം. ഇനി നമുക്ക് ഇതൊരു കത്തി എടുത്തിട്ട് ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിന് ആക്കി ഒന്ന് മുറിച്ചെടുക്കണം.
ഇതാ ഞാനിന്നിപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞ് സ്ക്വയർ ഒത്തിരി കുഞ്ഞിതൊന്നുമല്ല, ചെറിയൊരു രീതിക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്വീറ്റ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല കറുമുറു കഴിക്കാൻ പറ്റുന്ന ഒരു ക്യാൻഡിയാണിത്. അപ്പോൾ നമുക്കിതൊരു നല്ല ചില്ലും കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാവുന്നതാണ്. ഇത് 1 മാസം വരെ കേടുകൂടാതൊക്കെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഞാനിപ്പോൾ ഇന്ന് ബട്ടർ പേപ്പർ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നല്ല വൈറ്റ് ആയിട്ടുള്ള ഇതിപ്പോൾ ഇച്ചിരി ഒരു കളർ ഇച്ചിരി ഡാർക്കാണ്. നമുക്ക് സാധാരണ നാട്ടിലൊക്കെ ഒരു ടീ കേക്കൊക്കെ കിട്ടുന്ന ഒരു തരത്തിലുള്ള ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു വൈറ്റ് കളറ്, അങ്ങനത്തെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടാണെങ്കിലും ഇതിനകത്ത് പൊതിഞ്ഞ് നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ നമുക്ക് മുട്ടായി കിട്ടുന്നത് പോലെ ഒന്ന് പിരിച്ചെടുക്കുവാണെങ്കിൽ, എന്നിട്ട് ഒരു ചില്ലും കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് 1 മാസം വരെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. വല്ലപ്പോഴൊക്കെ കൊടുക്കാം കേട്ടോ, ഇപ്പോഴും കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടായിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.